എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പെരിയാവ്, നമ്മുടെ പെരിയാവിൽ വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇതിനു മുമ്പ് നമുക്ക് ഈ വില്ലക്കകത്തുള്ള കുറച്ച് വീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇവിടെ വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. പുതുതായിട്ട് പണി കഴിഞ്ഞ ഒരു വീടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേക്ക് കാണുന്ന ഈ ഒരു വീടിൻ്റെ സെൻറ്റ് വന്നിട്ട് 3,800 നമുക്ക് സെൻറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1,750 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് വരുന്നത്. നമുക്കിവിടെ ബെഡ്റൂം വന്നിട്ട് 4 ബെഡ്റൂമാണ് വരുന്നത്. 3 അറ്റാച്ച്ഡ് ആണ്. അതുപോലെ നമുക്ക് വലിയൊരു കാർ ഇടാൻ പറ്റിയ വലിയൊരു കാർ പോർച്ച് വീടിനോട് ചേർന്ന് കാർ പോർച്ചും വരുന്നുണ്ട്. നമ്മുടെ വീട് ചെയ്തിരിക്കുന്ന കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ വൈറ്റ് കളറാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് നല്ല പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന ഒരു വീടാണ്. നമുക്ക് ഈ വീട് നിൽക്കുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് നമുക്ക് വീട് നിൽക്കുന്നത്. നമുക്കിവിടെ വീട് സ്റ്റാർട്ട് ചെയ്യുന്ന 55 ലക്ഷം മുതലാണ് നമുക്ക് വീട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന വില്ലാസിന്റെ വീഡിയോകളൊക്കെ നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണ് ഇന്ന് കയറി കാണുക. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 68 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തു പ്രകാരമാണ് വടക്ക് ദർശനത്തിനാണ് വീട് നിൽക്കുന്നത്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് വില്ലക്കകത്ത് വരുന്ന റോഡ് നമുക്ക് 5 മീറ്ററാണ് വരുന്നത്. നമുക്ക് 2 കാർ വരെ ഒരുമിച്ച് പോകാനുള്ള വലിയ റോഡാണ് വരുന്നത്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ നമുക്ക് മതിലിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗേറ്റ് വന്നിട്ട് നമുക്ക് 2 സ്ലൈഡിംഗ് ഗേറ്റാണ് വരുന്നത്. നമ്മുടെ വീട്ടിന്റെ മുറ്റത്തെ ഇന്റർലോക്ക് വന്ന് നല്ല ഹൈ ക്വാളിറ്റി ഇന്റർലോക്കാണ് വരുന്നത്. ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗ്രാസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നമുക്ക് ചെറിയ രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 2 സൈഡിൽ നമുക്ക് ചെറിയ രീതിയിൽ ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വീട്ടിന്റെ മുറ്റത്ത് നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിന്റെ 3 സൈഡും നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കാർ പോർച്ച് ഉണ്ട്. വലിയൊരു കാർ പോർച്ചാണ് വരുന്നത്. നമുക്ക് ഇന്നോവ വരെ ഇടാൻ പറ്റിയ വലിയൊരു കാർ പോർച്ചാണ് വരുന്നത്. ഇവിടെ നമുക്ക് കാർ പോർച്ചിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൂണിൽ ഗ്ലാഡിംഗ് വർക്ക് ചെയ്യുന്ന ടെയിലാണ് നമ്മുടെ ഗ്ലാഡിംഗ് വർക്കിന് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് അതിവിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വുഡൊക്കെ വന്നിട്ടെന്ന് പറഞ്ഞാൽ മഹാഗണിയാണ്. നമുക്ക് മഹാഗണി പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ജനൽ പാളികൾ ഫ്രണ്ട് ഡോർ നമുക്ക് തേക്കാണ്. 2 ഡോർ ഫ്രണ്ടിലെ 2 ഡോർ നമുക്ക് തേക്കാണ്. ബാക്കി ഫുൾ മഹാഗണിയാണ്, ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ടെയിൽ വന്നിട്ട് നമുക്ക് 4x2 ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിലെ ഡോർ വന്നിട്ടുണ്ട്. ഡോർ ചെയ്തിരിക്കുന്നത് നമുക്ക് തേക്കിലാണ്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ഹാളാണ്. ഇതാണ് നമ്മുടെ അതിവിശാലമായിട്ടുള്ള ഹാള് വന്നിട്ട്. അതുപോലെ നമുക്ക് ഡൈനിങ് സെക്ഷൻ സെപ്പറേറ്റ് വരുന്നുണ്ട്. ലിവിംഗ് ഏരിയയിലെ 4 സീലിംഗ് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫാം ലൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അകത്തെ കളർക്ക് നമ്മൾ നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് വന്നിട്ട് വലിയൊരു TV യൂണിറ്റ് ആണ് വരുന്നത്. ഇതിൽ എത്ര ഇഞ്ച് TV ആണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇതിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കബോർഡിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ കബോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോർഡൊക്കെ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ബോർഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ചെറിയ രീതിയിൽ തന്നെ ഒരു ചെറിയ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പാനൽ വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിവിംഗ് ഏരിയയുടെ സൈസ് വന്നിട്ട് നമുക്ക് 16:30 11 നമ്മുടെ ലിവിംഗ് ഏരിയയുടെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ വരുന്നുണ്ട്. നമ്മുടെ സ്റ്റെയറിന്റെ അടിയിലിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ആർട്ടിക്കൽ ഗ്യാപ്സും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഫ്ലവർ വയ്ക്കാൻ വേണ്ടി നമുക്ക് അതിനായിട്ടുള്ള സ്പേസ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് ഡൈനിങ് സെക്ഷൻ വരുന്നത്. നമുക്ക് ചെറിയൊരു പാർട്ടേഷൻ തിരിച്ചാണ് നമ്മുടെ കബോർഡ് വർക്കിൽ ചെറിയൊരു പാർട്ടേഷൻ തിരിച്ചാണ് നമുക്ക് ഡൈനിങ് സെക്ഷൻ വരുന്നത്. നമുക്ക് ഡൈനിങ് സെക്ഷനോട് ചേർന്ന് തന്നെ വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. നമുക്ക് ഡൈനിങ് സെക്ഷനിൽ 4 സീലിംഗ് ചെയ്യുന്ന പ്രൊഫൈൽ ലൈറ്റാണ് നമുക്ക് 4 സീലിംഗിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡൈനിങ് സെക്ഷനിലെ ഏരിയ വരുന്നത് 10x13 നമ്മുടെ ഡൈനിങ് സെക്ഷനിന്റെ ഏരിയ വന്നിട്ട്. അതുപോലെ നമുക്കിവിടെ സ്വിച്ച് ബോർഡ് ഉപയോഗിക്കുന്നത് നമുക്ക് ആൻജറിന്റെ സ്വിച്ച് ബോർഡാണ് ഉപയോഗിക്കുന്നത്. വി ഗാർഡിന്റെ വയറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് 3 ഫേസ് നമ്മുടെ ലൈൻ കണക്ഷൻ വന്നിട്ട് നമുക്ക് 3 ഫേസ് ആണ് വരുന്നത്. ഇവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. നമുക്ക് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഡൈനിങ് സെക്ഷനോട് ചേർന്ന് തന്നെ നമുക്ക് വാഷ് ബേസ് വരുന്നത്. വാഷ് ബേസ് നമുക്ക് നല്ല പ്രീമിയം ലുക്കിലാണ് വാഷ് ബേസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ് വർക്കും വരുന്നുണ്ട്. വാഷ് ബേസിലെ കബോർഡിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഷോക്കേസും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യം വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നമ്മുടെ കിച്ചണിൽ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്രൊഫൈലായിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ സ്പേസ് വരുന്നതിന് 13x8 നമുക്ക് കിച്ചണിലെ സ്പേസ് വരുന്നത്. അതുപോലെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കിച്ചൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റോറേജ് അത്യാവശ്യം നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. നമുക്ക് ബാക്ക് സൈഡിൽ ചെറിയ വർക്ക് ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്കിവിടെ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്ന 2 കളർ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബ്ലൂവും ഗ്രീനും കോമ്പിനേഷനിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ചിമ്മിനി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പ് മാത്രം വാങ്ങി ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. ബാക്ക് സൈഡിൽ നമുക്ക് നനകല്ല് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കിണറും വരുന്നുണ്ട്. നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് ചെറിയൊരു വർക്ക് ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ 3 ചുറ്റും നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്.
ബാക്കിലാണ് നമുക്ക് കിണർ വരുന്നത്. നമുക്ക് കിണർ അത്യാവശ്യം വലിയൊരു കിണറാണ് വരുന്നത്. നമുക്ക് എപ്പോഴും വെള്ളം പറ്റാത്ത ഒരു ഏരിയയാണ്. അതുപോലെ നമുക്ക് നല്ല ഉറച്ച മണ്ണാണ് ഇത്. നമുക്ക് നല്ല കരഭൂമിയിലാണ് നമുക്ക് വീടിരിക്കുന്നത്. നമുക്ക് നല്ല ഉറച്ച മണ്ണാണ്. കിണർ വന്നിട്ട് നമുക്ക് 40 അടിയാണ് വരുന്നത്. ഇപ്പം തന്നെ പാതിയിൽ കൂടുതൽ വെള്ളം കിടപ്പുണ്ട്. ഡൈനിങ് സെക്ഷനിൽ അടുത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് ഫോർ സീലിംഗ് തന്നെ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ചെറിയൊരു ഡ്രസ്സിംഗ് റൂമും വരുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 13x11 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. നമുക്കിവിടെ 3 ഡോറിന്റെ വലിയൊരു അലമാരയും ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയൊരു ഡ്രസ്സിംഗ് റൂം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന എല്ലാം നമുക്ക് ബ്രാൻഡഡ് സാധനങ്ങളാണ് ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. നമ്മുടെ ഡോറൊക്കെ വന്ന് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഡോറാണ് നമ്മുടെ വാഷ്റൂമിൽ ഡോർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ വന്ന സ്റ്റെയർ ആണ്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ പ്രൊഫൈലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാൻഡിലൊക്കെ ചെയ്യുന്ന ഇരുമ്പാണ്. ഇതിൽ നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി വരുന്ന നമ്മുടെ സെൻറ്റർ ചുവരിൽ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ പർഹോള വലിയൊരു പർഹോളയും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട് അതിവിശാലമായിട്ടുള്ള ഒരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂം, നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ നമുക്ക് 2 അറ്റാച്ച്ഡ് ആണ്, 1 നമുക്ക് നോർമലാണ്. ഇവിടെ നമുക്ക് വലിയൊരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജും വരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട് നമുക്ക് 12x14 നമ്മൾക്ക് ഇവിടെ സൈസ് വരുന്നത്. നമുക്കിവിടെ ഏരിയ വരുന്നത്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഒരു ഡ്രസ്സിംഗ് റൂമും വരുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x18 നമ്മുടെ ബെഡ്റൂം സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ 3 ഡോറിൻ്റെ വലിയൊരു അലമാര ചെയ്തിട്ടുണ്ട്. 3 കളർ കോമ്പിനേഷനാണ് നമ്മുടെ അലമാര ചെയ്തിട്ടുള്ളത്. ഒന്ന് വൈറ്റ്, ഗ്രേ, ഗ്രീൻ 3 കളർ കോമ്പിനേഷനാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് റൂം വന്നിട്ട്. ഇവിടെ നമുക്ക് വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് വരുന്നത്. നമ്മുടെ ഡോറുകൾ നമ്മുടെ 3 ഡോറും സെയിം മെത്തേഡിലാണ് ഡോർ വരുന്നത്. വാഷ്റൂമിലെ ഡോർ വന്നിട്ട് ഇത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ഏരിയ വന്നിട്ട് നമുക്ക് 10x12 നമ്മുടെ ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 2 ഡോറിന്റെ അലമാരയാണ് ചെയ്തിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ വന്നിട്ട് വൈറ്റ് ഗ്രേ ആണ് വരുന്നത്. നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. നമുക്കിവിടെ നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. കബോർഡിന് ഉപയോഗിക്കുന്ന ബോർഡൊക്കെ നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ് ഉപയോഗിക്കുന്ന സെയിം മെത്തേഡാണ്. ബ്രാൻഡഡ് സാധനങ്ങളാണ്. എല്ലാം നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല ട്രെൻഡിങ് ഉള്ള ടൈലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിലും 4 ബെഡ്റൂമിലും നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വന്നിട്ട്. വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നില്ല. വലിയ രീതിയിൽ നമുക്ക് 2 ഡോറിന്റെ വലിയ രീതിയിൽ തന്നെ അലമാരയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 10x11 നമ്മുടെ ഈ ബെഡ്റൂം 4ാമത്തെ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കിവിടെ 2 ബാൽക്കണിയാണ് വരുന്നത്. നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ബാൽക്കണിയാണ് ഇത്. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റിലാണ് നമുക്ക് ഫോർ സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ ഹാൻഡിൽ വർക്കും ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൽ നിന്ന് വരുന്ന ബാൽക്കണിയിൽ നമുക്ക് ഹാൻഡിൽ വർക്ക് ചെയ്യുന്നത്. നമുക്ക് നല്ല ഡിസൈനിലാണ് ഹാൻഡിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൽ ബ്ലാക്കും ഗോൾഡാണ് കോമ്പിനേഷനാണ് നമ്മുടെ കളർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വലിയൊരു ഗ്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹാളിൽ നിന്ന് അടുത്ത് വരുന്ന നമുക്ക് മെയിൻ ബാൽക്കണിയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ബാൽക്കണി വന്നിട്ട്. നമ്മുടെ ബാൽക്കണിയുടെ സൈസ് വന്നിട്ട് 7x10 നമ്മുടെ ബാൽക്കണിയുടെ സൈസ് വന്നിട്ട്. അതുപോലെ നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫോർ സീലിംഗിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രൊഫൈലായിട്ടാണ് ഫോർ സീലിംഗിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു ഊഞ്ഞലിടാൻ വേണ്ടിയുള്ള ക്ലാമ്പും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ബ്ലാക്ക് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹാളിൽ നിന്ന് ടെറസിലോട്ട് വന്ന ഡോറാണ് വരുന്നത്. നമുക്ക് സന്ധ്യയായി വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഹൗസ് സൈഡ് ഇരുട്ടാണ്. നമുക്ക് ടെറസിൽ ടാങ്ക് വരുന്ന 1000 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്കാണ് വരുന്നത്. നമുക്കിവിടെ വാട്ടർ പ്രൂഫിങ്ങും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നിട്ട് നമുക്ക് ഈ വീട് നിൽക്കുന്ന 3,800 നമുക്ക് സെൻറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1,750 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തമ്പാനൂർ പോകാൻ വേണ്ടി നമുക്ക് 9 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ 12 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തുപ്രകാരമാണ്. അതുപോലെ നമുക്ക് വടക്ക് ദർശനത്തിനാണ് വീട് വരുന്നത്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. 4 ബെഡ്റൂമാണ് വരുന്നത്, 3 അറ്റാച്ച്ഡാണ്, വലിയ ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഈ വീട്ടിൽ കാർ ഇടാൻ വേണ്ടി നമുക്ക് വലിയൊരു കാർ പോർച്ച് വരുന്നുണ്ട്. വീടിനോട് ചേർന്നാണ് കാർ പോർച്ച് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 68 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്, 80% ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വില്ലക്കത്തുള്ള ഏകദേശം ഇവിടെ വീടൊക്കെ നമുക്ക് സെയിലായിട്ടുണ്ട്. നമുക്ക് ഈ വില്ലക്കത്ത് വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് 55 ലക്ഷം മുതലാണ് വീട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് മുമ്പേ നമുക്ക് ഈ വില്ലക്കത്തുള്ള ഏകദേശപ്പെട്ട വീടിൻ്റെ വീഡിയോകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ, നമ്മുടെ വേൾഡ് ഹൗസ് എന്ന യൂട്യൂബ് ചാനൽ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ ആർക്കും താല്പര്യമുണ്ട് കയറി കാണുക. അപ്പോൾ അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റാണ്. അതൊരിക്കലും ബൈ.